നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുണ്ടായ വാഹന അപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ 2 യുവാക്കൾ മരണപ്പെട്ടു. 2 പേരെ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വില തിങ്കളാഴ്ച മുതൽ 30 രൂപ നിരക്കിൽ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. പശ്ചാത്തല വികസന മേഖലയിൽ 33,101 കോടി രൂപ ചെലവഴിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ 1.45 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുണ്ടായ വാഹന അപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ 2 യുവാക്കൾ മരണപ്പെട്ടു. 2 പേരെ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുണ്ടായ വാഹന അപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ 2 യുവാക്കൾ മരണപ്പെട്ടു. ആലപ്പുഴ വലിയമരം ഇർഷാദ് മസ്ജിദിന് സമീപം ഗോൾഡൻ ഫാക്ടറി റോഡിൽ ഹാറൂൺ ഷാജിയും കൈചൂണ്ടിമുക്ക് സ്വദേശി മുനീറുമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ആലപ്പുഴ വലിയമരം വാർഡിൽ യാക്കൂബ് അനീഷ്, ആദിൽ സിയാദ് എന്നിവരെ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ ചങ്ങമ്പുഴ പാർക്കിന് സമീപം വെച്ച് കാർ നിയന്ത്രണം തെറ്റി 450 നമ്പർ പില്ലറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ ഇവർ യാത്ര ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാറിന്റെ ഒരു വശം പൂർണ്ണമായും തകരുകയായിരുന്നു. ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വില തിങ്കളാഴ്ച മുതൽ 30 രൂപ നിരക്കിൽ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. FCIയുമായും സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് ചൊവ്വാഴ്ച മുതൽ നെല്ല് സംഭരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെ കൂടുതലായി കൊയ്തുവച്ചിരിക്കുന്ന നെല്ല് ചൊവ്വാഴ്ച മുതൽ FCIയുമായും സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് സംഭരിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലുമെല്ലാം സംഭരിച്ച നെല്ലിന് നൽകിയ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനത്തിലുള്ള തുകകൾ നല്ല തോതിലുള്ള വർധനവ് വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെല്ല് സംഭരണത്തിൽ സഹകരിക്കാൻ സംഘടനകളോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മില്ല് ഉടമകളുമായി സപ്ലൈകോ കഴിഞ്ഞ ആഴ്ച നടത്തിയ ചർച്ചയിൽ 4 മില്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. 2432 മെട്രിക് ടൺ നെല്ല് ഇന്നലെയും മെനഞ്ഞാന്നുമായി കഴിഞ്ഞ 3 ദിവസമായി സംഭരിച്ചു. ഇന്നും ആ സംഭരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, തൃശ്ശൂര്, കോട്ടയം, ആലപ്പുഴ 4 ജില്ലകളിൽ നിന്ന് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥരും കർഷകരും സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദും ചർച്ചയിൽ പങ്കെടുത്തു. സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സംഭരിക്കുന്ന നെല്ല് സൂക്ഷിക്കും. മറ്റ് നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകാനും തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. മില്ലുടമ സംഘടനകളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടും സംഭരണ പ്രവർത്തികളിൽ സഹകരിക്കുവാൻ നിരവധി മില്ലുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കർഷകരുടെ പ്രയാസം ഒഴിവാക്കുന്നതിനായുള്ള മാർഗങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഭരണത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് കുട്ടനാട്ടിലാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. കൊയ്ത്തിന്റെ സമയമാവുമ്പോഴേക്കും മില്ലുകാർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരുന്നില്ല. മില്ലുടമകൾ ആനുകൂല്യങ്ങൾ കൂടുതലായി കിട്ടണമെന്നുള്ള നിർദ്ദേശങ്ങൾ വെച്ചു. ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി നെല്ല് സംഭരണത്തെ തന്നെ തകിടം മറിക്കുവാൻ ശ്രമിച്ചുവെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. തോമസ് MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സപ്ലൈകോ ADM ജയകൃഷ്ണൻ, സപ്ലൈകോ ജനറൽ മാനേജർ അബ്ദുൽ ഖാദർ, പാഡി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥർ, FCI ഉദ്യോഗസ്ഥർ, സെൻട്രൽ വെയർ ഹൌസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. പശ്ചാത്തല വികസന മേഖലയിൽ 33,101 കോടി രൂപ ചെലവഴിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പശ്ചാത്തല വികസന മേഖലയിൽ 9 വർഷം കൊണ്ട് 33,101 കോടി രൂപ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു.
വിളക്കുമരം പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ഘട്ടത്തിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് നിലച്ചുപോയ പദ്ധതി കിഫ്ബി വന്നതോടെ വീണ്ടും ജീവൻ വെക്കുകയായിരുന്നു. നടക്കില്ല എന്ന് ജനങ്ങൾ കരുതിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല വികസന പ്രവർത്തനങ്ങളും എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റി നടപ്പിലാക്കുന്ന സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. ഇവിടെ കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പദ്ധതികൾ എടുത്തു നോക്കിയാൽ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ചേർത്തലയിലും അരൂരിലും മാത്രമായി, ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമായി എത്രയെത്ര പദ്ധതികളാണ് ഈ 9.5 വർഷത്തിനിടയിൽ വന്നത്. നിലവിലുള്ള MLA ശ്രീ പ്രസാദ് മിനിസ്റ്റർ 2021 സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 4 വർഷം പൂർത്തിയായപ്പോൾ തന്നെ 100-ലധികം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഇപ്പോൾ 180ഓളം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. ഡെലീമ ജോജോ MLA, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, ഷെർലി ഭാർഗവൻ, VR രജിത, PS സുധീഷ്, VT ജോസഫ്, TS അജയകുമാർ, AS സാബു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ 1.45 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. H സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ശതമാനം 60%, നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാൻ പറ്റും. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ 50%, 60%, 100% BMPC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ 2025 എത്തിയപ്പോൾ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ 1.45 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. കുറവൻതോട് പടിഞ്ഞാറ് റെയിൽവേ ക്രോസിന് സമീപത്തു നിന്നും വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാല വരെ നീളുന്ന AKDS കരയോഗം റോഡാണ് H സലാം MLA ഉദ്ഘാടനം ചെയ്തത്. BMPC നിലവാരത്തിലും റോഡിന്റെ ഇരുഭാഗത്തും ആവശ്യമായ ഭാഗങ്ങളിൽ പിച്ചിങ്ങോടെയും പൂർത്തിയാക്കിയ റോഡ് പുനർനിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച റോഡിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം A നസീർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D അശോക് കുമാർ, ഗ്രന്ഥശാല ഭാരവാഹികളായ ശ്യാം കാര്യാതി, KR തങ്കജി എന്നിവർ സംസാരിച്ചു. ഡിസംബർ 24 മുതൽ ആലപ്പുഴ മണ്ഡലത്തിൽ 50 ദിവസം നീണ്ടു നിൽക്കുന്ന വികസനാരവം പരിപാടി സംഘടിപ്പിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ 4.5 വർഷക്കാലം ആലപ്പുഴ മണ്ഡലത്തിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞു. ലഹരിക്കെതിരായും മാലിന്യ വിഷയത്തിലും വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയും വിജ്ഞാന ജ്യോതി എന്ന പദ്ധതിയടക്കം നടത്തുവാൻ സാധിച്ചു. ഡിസംബർ 24 മുതൽ നടത്തുന്ന വികസനാരവ് പരിപാടിയോടെ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുന്നതെന്നും PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിൽ ഡിസംബർ 24 മുതൽ 50 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വികസനാരവം എന്ന ഒരു കർമ്മ പരിപാടി സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലം ആലപ്പുഴയിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, സമൂഹത്തെ ബാധിക്കുന്ന ലഹരിക്കെതിരായി, മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വിജ്ഞാന ജ്യോതി എന്നുള്ള നിലയിലുള്ള പദ്ധതി, ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതി, SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ പൽപു ആർ ശങ്കർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KPCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് M ലിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വയം സൃഷ്ടിച്ചതും സ്വയം കെട്ടിപ്പടുത്തതും ശ്രീനാരായണ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതും കേരള സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചതും എന്നത് ചരിത്രത്തിൽ പാഠപുസ്തകങ്ങളിൽ ഒരു തലമുറ മുഴുവൻ പഠിക്കേണ്ട സഹനത്തിന്റെയും കഥനത്തിന്റെയും കഥകളാണ്. ഡോക്ടർ പൽപുവിനെ കുറിച്ച് MK സാനുമാഷ് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രം തുടങ്ങുന്നത് തന്നെ ഒരു ത്യാഗത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്.
മൈസൂർ മേഖലയിൽ ആകമാനം പ്ലേഗ് പടർന്നു പിടിച്ച്, പ്ലേഗിന്റെ ഒരു ദുരന്തം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഒരു ദിവസം തന്നെ നൂറുകണക്കിന് ആളുകൾ മരണമടയുന്ന ഒരു സമയമാണ്. പ്ലേഗുള്ള പ്രദേശത്ത് നിന്നും ആളുകൾ രക്ഷപ്പെട്ടുവിടുന്ന ഒരു കാലഘട്ടമാണ്. അന്നൊരു കാലഘട്ടത്തിൽ ഡോക്ടർമാർ പോലും ആ പ്ലേഗ് ബാധയുള്ള പ്രദേശത്ത് നിൽക്കാൻ തയ്യാറാകാത്ത സമയത്ത് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകാൻ അവസരം ലഭിച്ച ഡോക്ടർ പൽപു എന്ന ചെറുപ്പക്കാരൻ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ പൽപു ആർ ശങ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് സ്റ്റാച്യു ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ വൈസ് പ്രസിഡന്റ് B രഘുനാഥ് സമ്മേളന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ബിബിൻ ഷാ കോട്ടയം അനുസ്മരണ പ്രഭാഷണം നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, വനിതാ സംഘം ഭാരവാഹികൾ, മറ്റു പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോക്ടർ പൽപു ആർ ശങ്കർ എന്നിവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. പതിയാംകുളങ്ങര RS മേനോൻ സർപ്പക്കാവ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 1,20,00,000 രൂപ ചെലവിൽ BMBC നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. പതിയാംകുളങ്ങര RS മേനോൻ സർപ്പക്കാവ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 1,20,00,000 രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കുന്ന റോഡ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ഒരുമിച്ച് യോഗം കൂടിയിട്ടത് എസ്റ്റിമേറ്റ് റീകാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത്തിരിയുടെ പൈസ വെച്ച് ഏതെങ്കിലും ഐറ്റം വ്യത്യാസപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ 19 ലക്ഷത്തി രൂപയ്ക്ക് മാറ്റി. വീണ്ടും ടെൻഡർ ചെയ്തു. വീണ്ടും രണ്ടാമത്തെ ടെൻഡർ എനിക്ക് തോന്നുന്നത് വർക്ക് എടുത്തത്. ഇതിനിടയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മനോരമ TV ഇങ്ങനെ പല ആളുകൾ മൈക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മൈക്ക് കൊണ്ടുവന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അല്ലെ മൈക്കും കൊണ്ട് അങ്ങനെ വാർത്ത നെഗറ്റീവായിട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് നടക്കുന്നില്ല, വർക്ക് എന്തേ ആരംഭിക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം. ഏറെക്കാലമായി പൊട്ടിപ്പൊളിഞ്ഞ കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡ് പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ഇരവകാടിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KKJM അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, നസീർ പുന്നയ്ക്കൽ, കൌൺസിലർമാരായ സൗമ്യ രാജ്, രമ്യ സുർജിത്ത്, B അജേഷ്, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗൗരി കാർത്തിക, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ S ബിനുമോൻ, S വിഷ്ണു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സത്യദേവൻ, KK ശിവജി, L മായ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് നിർമാല്യ ദർശനം, തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടക്കമാകും. 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി 4-ന് പുലർച്ചെ 4 മണിക്കാണ് നിർമാല്യ ദർശനം. തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങിന് തുടക്കമാകും. രാവിലെ 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി കൊടുവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകർന്നു നൽകുന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പനീർ സെൽവം മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലെ കോമന സബ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 55.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സബ് സെന്റർ നിർമ്മിക്കുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലെ കോമന സബ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദേശീയ ആരോഗ്യ ദൌത്യം NHM ഫണ്ടിൽ നിന്നും 55.5 ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിക്കുന്ന സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു.
എക്കണോമിക് സൊസൈറ്റിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന 10 സെന്റ് സ്ഥലമാണ് സബ് സെന്ററിന്റെ നിർമ്മാണത്തിനായി ഭാരവാഹികൾ സൗജന്യമായി വിട്ടു നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് പി രമേശൻ, സ്ഥിരസമിതി അധ്യക്ഷൻ കെ സിയാദ്, അംഗങ്ങളായ ശ്രീ ശ്രീകുമാർ, കെ മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ തങ്കച്ചൻ, സൊസൈറ്റി പ്രതിനിധികളായ ശ്രീകുമാർ ഉത്തമപുരം, പി രാജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി രഘുനാഥ്, ടി അശോകൻ, പി പ്രകാശൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം ഇനി ആലപ്പുഴയിലും. 41 വർഷത്തോളം ഫർണിച്ചർ രംഗത്ത് വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന മയൂരി ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ആലപ്പുഴ കൊമ്മാടിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കളുടെ വിശ്വാസം കൊണ്ടും ഗുണമേന്മ കൊണ്ടും വിലക്കുറവ് കൊണ്ടും സാധാരണക്കാരെ ചേർത്ത് നിർത്തിയിട്ടുള്ള 41 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആലപ്പുഴ കൊമ്മാടിയിലുള്ള മയൂരി ഫർണിച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം മയൂരി ഗ്രൂപ്പ് MD ബാസിൽ സാദകത്തുള്ള നിർവഹിച്ചു. ആധുനിക യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെയുള്ള നിർമ്മാണം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 10% കുറയുന്നതിനും നിർമ്മാണ സാമഗ്രികളുടെ ബൾക്ക് പർച്ചേസ് 10% ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുവാൻ കാരണമാകുന്നതും സ്വന്തം ഫാക്ടറിയിലെ നിർമ്മാണവും ഇടനിലക്കാരില്ലാതെ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങൾക്ക് 10% വില കുറയുന്നതിനും നിർമ്മിക്കുന്ന ഓരോ ഉൽപ്പന്നവും ഗുണമേന്മ ഉറപ്പുവരുത്തി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതും ഇക്കാരണങ്ങളാൽ മയൂരിയിൽ 30% വില കുത്തനെ കുറയുന്നതും മയൂരി ഫർണിച്ചറിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ആലപ്പുഴ സ്വദേശികളായ 2 യുവാക്കൾ മരണപ്പെട്ടു. 2 പേരെ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വില തിങ്കളാഴ്ച മുതൽ 30 രൂപ നിരക്കിൽ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. പശ്ചാത്തല വികസന മേഖലയിൽ 33,101 കോടി രൂപ ചെലവഴിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ 1.45 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.